സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ചക്കയുടെ സീസണായ പല വിഭവങ്ങൾ നമുക്ക് ചക്ക വഴി ഉണ്ടാക്കിയെടുക്കാം. ഇത് പ്രധാനപ്പെട്ട വിഭവമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ചക്കപ്പുഴുക്കാണ്. ഇത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മളിന്ന് ഈ സീക്രട്സ് ഓഫ് ഫാർമിങ്ങിലൂടെ കാണിക്കാൻ പോകുന്നത്. വേവിക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് പച്ചച്ചക്കയാണ് വേണ്ടത്. കുരുവും തൊലിയെല്ലാം നല്ലപോലെ കളഞ്ഞ് വൃത്തി ആയി നീളത്തിലരിഞ്ഞ് വേണം എടുക്കാൻ. നല്ലപോലെ തൊലിയെല്ലാം നല്ല ക്ലിയറാക്കി വൃത്തിയായിട്ട് അരിഞ്ഞ് വേണം നമുക്ക് ഇത് ക്ലിയറാക്കി എടുക്കുക. എന്നിട്ട് അത് ആദ്യം ചക്കയൊന്ന് നല്ലപോലെ ക്ലിയറാക്കി നീളത്തിലരിഞ്ഞ് വെട്ടിയെടുക്കുക. കുരുവൊക്കെ കളഞ്ഞ് കേട്ടില്ലേ, നല്ലപോലെ നമ്മൾ ഓരോ കുരുവും പറിച്ചെടുക്കുകയാണ്. ചക്കയുടെ വെട്ടി നല്ലപോലെ ക്ലിയറാക്കി എടുക്കുക. ചകിടിയും കുരുവും എല്ലാം നല്ലപോലെ മാറ്റിയതിന് ശേഷം നല്ലപോലെ ഓരോ സെക്ഷനായിട്ട് നമ്മൾ തിരിച്ച് എടുക്കുക. ചകിണിയെല്ലാം നല്ലപോലെ മാറ്റി ക്ലിയറാക്കി എടുക്കണം. വേവിക്കാൻ പറ്റിയ പരുവുള്ള ഒരു മഞ്ഞ കളറുള്ള ചക്കയാണ് ഏറ്റവും വളരെ നല്ലത്. അതിനുശേഷം നമ്മൾ ആദ്യം ചക്കയൊന്ന് വേവിച്ച് നല്ലപോലെ വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അത് നല്ലപോലെ നീളത്തിലരിക്കുക. അതുപോലെ വൃത്തിയാക്കി നീളത്തിലരിയണം. നീളത്തിലരിഞ്ഞതിന് ശേഷം ആദ്യം ചക്കയൊന്ന് വേവിച്ച് എടുക്കണം. വേവിക്കാൻ ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക. എത്രത്തോളം ചക്ക എടുക്കുന്നോ അത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. ഒരുപാട് വെള്ളമൊന്നും ഇതിന് ആവശ്യമില്ല. ആവശ്യത്തിനൊരു ഉപ്പും നന്നായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളത്തിനൊന്നും ആവശ്യമില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലപോലെ നീളത്തിൽ നല്ല രീതിയിൽ അരിഞ്ഞു കൊടുക്കുക. കണ്ടില്ലേ, നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഒരേ അളവിൽ അരിഞ്ഞ് റെഡിയാക്കി കൊടുക്കുക. ഈ ചക്ക മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് വെള്ളമെല്ലാം ചേർത്ത് ഉപ്പും ഇട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക. ഈ ചക്ക വേകുന്ന സമയം കൊണ്ട് പുഴുക്കിനുള്ള അരപ്പൊക്കെ അപ്പോഴത്തേക്കും നമുക്ക് റെഡിയാക്കി വെക്കേണ്ടതാണ്. കേട്ടില്ലേ, നല്ലപോലെ നീളത്തിലാണ് നമ്മൾ അരിഞ്ഞു വെക്കുന്നത്. നമ്മൾ വറുക്കാനൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ നീളത്തിൽ അരിയുന്ന ഒരേ രീതി ഇച്ചിരി കനം കൂട്ടിയാണ് നമ്മൾ വറുക്കാൻ ഉപയോഗിക്കുന്നത്. നീളത്തിൽ അരിഞ്ഞിട്ട് വേണം നമ്മൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാൽ മാത്രമേ നമുക്ക് വറുക്കാനായിട്ട് പറ്റുള്ളൂ. നല്ല രീതിയിൽ നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. പിന്നെ പിന്നെ നമ്മൾ ഈ ചക്ക വേകുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കുക. 1.5 കപ്പ് തേങ്ങ, 12 അല്ലി വെളുത്തുള്ളിയൊക്കെ വേണം. എരിവിന് ആവശ്യത്തിന് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. 2 കണ്ടം കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്നും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കുക മിക്സിയിലിട്ട് നല്ലപോലെ. അപ്പോൾ നമുക്ക് അരപ്പ് ഏകദേശമൊക്കെ റെഡിയായി. തേങ്ങയൊക്കെ ചിരണ്ടി നമ്മൾ ഏകദേശം അരപ്പൊക്കെ റെഡിയാക്കി ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്ത് നന്നായി കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കുകയും ചെയ്യരുത്. അത്യാവശ്യം കേട്ട് വേവിക്കാൻ വെച്ച ചക്ക ഇതിനിടയിൽ ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ചക്ക നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അരപ്പ് നന്നായി യോജിക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണ് ഈ അരപ്പിട്ടതിന് ശേഷം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നേരെ നമ്മൾ മിക്സ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇതിന് നല്ലപോലെ ഫ്ലെക്സിബിളായിട്ട് വരും. ഇച്ചിരി കട്ടി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇളക്ക് കുറവായി. നമുക്ക് ഏകദേശം ഒരു ചക്കപ്പുഴുക്ക് റെഡിയായി കഴിഞ്ഞിരിക്കും.